ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പം ഈദ് വ്ളോഗാണ് കേട്ടോ, ചെറിയൊരു മിനി വ്ളോഗാണ്. നമ്മൾ ഈദ് എങ്ങനെയാണെന്ന് കാണാം. അപ്പം നിങ്ങൾ ഈദ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പം മോർണിംഗ് റൂട്ടീനൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയത് നേരത്തെ എണീച്ചിട്ടില്ലെങ്കിൽ എന്തായാലും പണി കിട്ടും. കാരണം പള്ളി വിരിയണ മുമ്പായിട്ട്, നിസ്കാരം കഴിഞ്ഞ് വരുന്ന മുമ്പായിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും കഴിയണം. നേരത്തെ ഒന്ന് ഫുഡ് കഴിക്കുമല്ലോ. ഇതാണ് അപ്പോൾ എൻ്റെ മൈലാഞ്ചി. തൊപ്പില്ലാത്തൊരു മൈലാഞ്ചി ഇല്ല. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ, കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെ ഉണ്ടെന്ന്. അപ്പം പിന്നെ പൂവുണ്ടല്ലോ, ഇത് ഇന്നലെ ഒന്ന് വിരിഞ്ഞിനേനു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇത് രണ്ടും കൂടി വിരിഞ്ഞിട്ട് മൂന്നെണ്ണപ്പം പറിക്കുകയാണ്. നല്ല സ്മെല്ലാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്മെല്ല്. നമ്മൾ മുല്ലപ്പൂല്ലേ, അതിൻ്റെ ഒരു വലുതാ ചക്കമുല്ല. ഇത് നിങ്ങളുടെ എങ്ങനെയാണ് പറയാമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യേ. ഇപ്പം മെയിൻ പരിപാടിയാണ് കേട്ടോ, രാവിലെ വൈകുന്നേരമൊക്കെ ഡെയിലി ചെയ്യുന്നതും. കാരണം ഡെലിവറിയൊക്കെ ആയതുകൊണ്ട് നടക്കണമല്ലോ. അപ്പം അങ്ങനെ ജസ്റ്റ് പറഞ്ഞതുള്ളൂ. പിന്നെ മുറ്റടിച്ച് വാരൊക്കെ പോകും. മുറ്റടിച്ച് വാരാനുള്ള എന്തായാലും ക്ലീൻ ആവണമല്ലോ. മുറ്റടിച്ച് വാരി കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പെരുന്നാൾ പറഞ്ഞാൽ നല്ല ഒരു വൈബ് തന്നെയാണ് കേട്ടോ, ഒരു പോസിറ്റീവ് ഫീലാണ്. അപ്പം മുറ്റടിച്ച് വാരിയതാണ്. അപ്പം അവിടെ അപ്പോൾ എല്ലാം സെറ്റായി ഒരു 7 മണിയായിട്ടോ. അപ്പോൾ ചായ അടിക്കാൻ വേണ്ടി. പിന്നെ രാവിലെ നമ്മളിങ്ങനെ അവിടെ തിന്നലേ എന്തെങ്കിലും പൊരിക്കടികൾ ഉണ്ടാവുമല്ലോ, അത് ഇപ്പോൾ നെയ്യപ്പം എല്ലാവരുടെയും വേലകാശിയൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കിയത്. സ്പെഷ്യലായിട്ട് ഇന്നലെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉണ്ടാവുമല്ലോ. എല്ലാവരും ഓരോരുത്തരും ഫ്രഷ് ആവാൻ തുടങ്ങി പള്ളിയിലൊക്കെ പോകാൻ വേണ്ടി. അപ്പം അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞ് ബാക്കി പരിപാടി നോക്കണം. അപ്പോൾ ഇതാ അത് കഴിഞ്ഞ് ഓരോരുത്തർ പള്ളിയിലേക്ക് പോകാനേക്കാക്ക അനിയന് ഒക്കെ പള്ളിയിലേക്ക് പോവാണ്. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പണി ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കി എന്താ ഇനി ഒന്ന് വീടൊന്ന് ക്ലീൻ ആക്കാനുള്ളൂ. അപ്പോൾ ഇന്നലെ ഒരു ഡീപ്പ് ക്ലീൻ കഴിഞ്ഞതുകൊണ്ട് ഇന്ന് ജസ്റ്റ് അടിച്ചു വരാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവരുണ്ടായി കഴിഞ്ഞാൽ എന്തായാലും നടക്കില്ല, അത് കഴിയുക. അപ്പം ഞാൻ ഫ്രഷ് ആവാൻ പോകാം കേട്ടോ. ഇതിനോട് പറഞ്ഞത് ക്ലീൻ ചെയ്യാൻ. പിന്നെ എൻ്റെ മെയിൻ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ തണുത്ത വെച്ചാൽ ഈ നമ്മൾ പ്രൈസ് ടാഗൊക്കെ ഉണ്ടാവുമല്ലോ ഡ്രസ്സുമ്മലുണ്ടാവണേ, അത് ഇതേപോലത്തെ പേപ്പേഴ്സ് അതൊക്കെ കളക്ട് ചെയ്ത് ഇങ്ങനെ വെക്കും. വെറുതെ ജേണലൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ പണി കഴിഞ്ഞ് നോക്കിയപ്പം അതാ ബിരിയാണി തന്നിട്ട് എല്ലാം റെഡിയാക്കി സെറ്റാക്കി കേട്ടോ. അപ്പം നല്ല ബിരിയാണി നല്ല ടേസ്റ്റ് കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ ബിരിയാണിയാണ്. അപ്പം ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ സാധനം. അപ്പം നമ്മൾ എല്ലാവരും പല്ലൊക്കെ വിരിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇപ്പം ബീഫ് ഫ്രൈഡ് ചെയ്ത പായസം ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എവിടേക്കൊക്കെ പോകാനൊക്കെ പ്ലാനാക്കാൻ. അപ്പം ഇത്രയേ ഉള്ളൂ. ബായ്.